സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ജീവൻ. മഹാന്മാരായ പ്രവാചകന്മാരഖിലം ഈ ലോകത്തോട് വ്യക്തമായും പഠിപ്പിച്ചത് സർവശക്തനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ റബ്ബിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക എന്നുള്ള തൗഹീദിൻ്റെ ആദർശമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ റളിയല്ലാഹു അൻഹ, ആദിമ പിതാവും ആദിമ മാതാവുമായ ആ ആദ്യത്തെ രണ്ട് മനുഷ്യരുടെ പ്രാർത്ഥന റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശേഷക്കാരായ പ്രവാചകന്മാരഖിലം അള്ളാഹുവിനോട് നേർക്കുനേരെയാണ് പ്രാർത്ഥിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലെ സർവ്വ പ്രാർത്ഥനകളും പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്മാരല്ലാത്ത മറ്റു സച്ചരിതരായ വിശ്വാസികൾ മുഴുവനും അവരുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ, അവരുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നേർക്കുനേരെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. അല്ലാഹുമ്മ, അള്ളാഹുവേ എന്ന്, റബ്ബി, എൻ്റെ രക്ഷിതാവേ എന്ന്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ എന്നിങ്ങനെ അള്ളാഹുവോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ അഥവാ മുഅ്മിനുകളുടെ രീതിയല്ലെന്നും, മുഅ്മിനുകളുടെ രീതി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പായി ഇടയാളന്മാരോട് പ്രാർത്ഥിച്ച് ഭരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് അവരെക്കൊണ്ട് അള്ളാഹുവോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയണേ എന്ന് മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പറയുന്ന രീതിയാണ് നമ്മുടെ ദുആകൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള രീതി എന്ന അർത്ഥത്തിൽ ഇവിടെ ചില പുരോഹിതന്മാർ സമൂഹത്തെ ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധമായ പ്രാർത്ഥനയുടെ രീതികളിൽ നിന്ന്, തൗഹീദിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഖേദകരമായ ഒരു കാഴ്ചയാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് അയാളുടെ ഒരു സംസാരമധ്യേ പടച്ചവനോട് അഥവാ ഖാലിഖായ അള്ളാഹുവോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാരോട് പറയുന്ന ഒരു രീതി, ഞാനതിനെതിരാണ് എന്ന അർത്ഥം വരുന്ന ഒരു വാചകം മറ്റേതോ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിനെതിരെ പലരും ഇന്ന് ചന്ദ്രഹാസം വിളക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ഒരു കൂട്ടർ, ഖുർആനിക വിരുദ്ധമാണെന്നൊരു കൂട്ടർ, ഖുർആനിൽ പറഞ്ഞ മുഴുവൻ ആശയങ്ങളോടും എതിരാണെന്നൊരു കൂട്ടർ, അല്ല വിശുദ്ധ ഖുർആനിലെ 20ഓളം ആയത്തുകൾക്ക് എതിരാണ്, അള്ളാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കണം, ഇടയാളന്മാർ വേണ്ടതില്ല എന്നുള്ളത് എന്നവരെ പലരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കുക. ഇസ്ലാമികമായി അള്ളാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനാണല്ലോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന സ്വീകരിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നിങ്ങൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ആദ്യം പറയൂ, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കാലത്ത് നിങ്ങളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ എന്നെ വിളിക്കൂ, എന്നോട് വിളിച്ചു പറയൂ, എൻ്റെ അടുക്കൽ വരൂ, എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുവീൻ, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയൂ, അള്ളാഹുവോട് നിങ്ങളുടെ കാര്യം ഞാൻ റെക്കമെൻഡ് പറയാൻ, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യാം, എന്നാലേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ എന്ന് പൊതുവായ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് അവിടുന്ന് മുഅ്മിനീങ്ങളുടെ രീതിയായി പറഞ്ഞതെന്താണ്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. വിശ്വാസികളുടെ ഒരു രീതി അതാണ്. അവരിൽ നിന്ന് വല്ല ഫാഹിഷത്തുകളും സംഭവിച്ചാൽ, ഒരു ചീത്തയായ കാര്യം അവരിൽ നിന്ന് വന്നു പോയാൽ, അല്ലെങ്കിൽ അവരുടെ സ്വശരീരങ്ങളോട് അവർ വല്ല പാപങ്ങളും ചെയ്ത് അക്രമം കാണിച്ചാൽ, അങ്ങനെ അവർക്ക് പെട്ടെന്ന് അള്ളാഹുവിനെ ഓർമ്മ വരികയും ചെയ്താൽ അവരെന്തു ചെയ്യും? അള്ളാഹുവിനോട് അവർ മാപ്പപേക്ഷിച്ച് പൊറുക്കലിനെ ചോദിക്കും. എന്നിട്ട് അള്ളാഹു ഇടയ്ക്ക് ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപം പൊറുക്കുവാൻ? എന്നിട്ട് വിശ്വാസികളുടെ രീതിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി അള്ളാഹു പറയുകയാണ്, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലും അവർ ഉറച്ചു നിൽക്കുകയില്ല. പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചന തേട്ടം നടത്തും എന്ന്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ സ്വഭാവം പറയുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ രീതിയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. അള്ളാഹു വളരെ വ്യക്തമായി തന്നെ സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്? വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും ഒരു ചീത്തയായ കാര്യം പ്രവർത്തിക്കുകയും, അതല്ലെങ്കിൽ ഔ യളിം നഫ്സഹു, തന്നോട് തന്നെ ഒരാൾ പാപം ചെയ്തുകൊണ്ട് അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്,
പിന്നീട് അവൻ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നോക്കൂ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാപം ചെയ്ത മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ്? സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, അള്ളാഹുവിനോട് അവൻ പൊറുക്കലിനെ ചോദിക്കട്ടെ. അങ്ങനെ ചെയ്താൽ യജിദില്ലാഹ, അള്ളാഹുവിനെ അവന് കണ്ടെത്താവുന്നതാണ് ഗഫൂറർ റഹീമ, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനായും. സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ പൊതുവായി ഒരു മുസ്ലിം പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ സ്വീകരിക്കേണ്ടുന്ന ഒരു രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതി കേൾപ്പിച്ചു തന്നിട്ടുള്ള നിരവധി ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ, ഉണർന്നെഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ചൊല്ലേണ്ടുന്ന ഒരുപാട് ദിക്റുകൾ, ദുആകളുണ്ട്. എല്ലാം അള്ളാഹുവിനോട് നേർക്കുനേരെയാണ്. ഇടയാളന്മാരോട് ആദ്യം പറഞ്ഞ് അവരോട് നിങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണേ എന്ന് പറയുന്ന ഒരു രീതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായി നമ്മോട് പഠിപ്പിച്ചിരുന്നിട്ടില്ല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ വളരെ വേദനിപ്പിച്ച ഒരു വിഭാഗമായിരുന്നു മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഈ ഭാഗം. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ എന്നൊരു അധ്യായമുണ്ട്. ആ സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ സ്വഭാവമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും വിശ്വാസികളെയും വളരെയേറെ വേദനിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് നേതാവും അവൻ്റേതായ അനുയായികളും പ്രവാചകനെതിരെ, വിശ്വാസികൾക്കെതിരെ വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വല്ലാതെ മാനസികമായി വേദനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിക്കിന്റെ നേതാവും അവന്റെ അനുയായികളായ ഒരു പറ്റം ആളുകളും. വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു വിശ്വാസികൾക്കെതിരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയെ സംബന്ധിച്ച്, നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അപവാദ പ്രചരണം. അതുമാത്രമല്ല, വിശ്വാസികളെ മദീനയിൽ നിന്ന് ആട്ടിപ്പറഞ്ഞേക്കും എന്നുവരെയുള്ള വർത്തമാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഈ മുനാഫിഖ് നേതാവ് ഒരിക്കൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥയിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഈ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ പേരോട് മുസ്ലിയാർ പറയുന്നുണ്ട്, മുഅ്മിനൂന എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് പറയുന്നത്. അതേപോലെ മുനാഫിഖൂൻ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അതിൽ മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ് പറയുന്നത്. എന്നിട്ട് അയാൾ സമർത്ഥിക്കുന്നത് എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കൽ മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അടുക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിങ്ങൾ വരൂ എന്ന് മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ, അയാൾ ആയത്തോതുന്നുണ്ട് ആ സൂറത്തുൽ മുനാഫിഖൂനിലെ വചനം. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൂ നിങ്ങൾ വരൂ, ഇസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തേട്ടം നടത്തിക്കൊള്ളും, അതുകൊണ്ട് നിങ്ങൾ ആദ്യം റസൂലുള്ളാഹിയുടെ സമീപത്തേക്ക് വരൂ എന്ന് മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ അവരെന്ത് ചെയ്യുന്നു? ലവ്വഉ റൂസഹും, അവരുടെ തലയങ്ങ് തിരിച്ചു കളയും അഹങ്കാരത്തോടുകൂടി. ലവ്വഉ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂന, വല അഹങ്കാരികളാണ് നബിയെ, അവർക്ക് വേണ്ടി തങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടിയാലും തേടിയിട്ടില്ലെങ്കിലും സമമാണ്, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയേ ഇല്ല എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ മതി, മുഹമ്മദിൻ്റെ അടുക്കലേക്കൊന്നും ഞങ്ങൾക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ അതേ രീതിയാണ് ഇവിടെ മുജാഹിദുകൾക്കുള്ളത് എന്ന് നമ്മുടെ മേൽ അദ്ദേഹം ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് ദുരാരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് കൃത്യമായി അയാളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാവുന്നതാണ്. അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാരെ നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പറ്റും. ഞാനതില്ല. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ നേരിട്ട് പടച്ചവരോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. ആര് തെറ്റ് പറഞ്ഞാലും തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഅ്മിനീങ്ങളുടെ ആശയം, ഞാൻ അവരുടെ ആളാണ്, ഞാൻ അതിൻ്റെ ആളാണ് എന്നൊരാൾ പറയുമ്പോൾ ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം. ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം. മുനാഫിക്കുകളുടെ ആശയമാണ് അല്ലാഹുവിൻ്റെ റസൂൽ റെക്കമെൻഡിന് വേണ്ട എന്ന ആശയമെന്ന് പച്ചയായി ഖുർആൻ പറഞ്ഞതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു സൂറത്തുണ്ട് ഖുർആനിൽ. അതിൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് പറയുന്നത്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. വെള്ളിയാഴ്ച രാത്രി ഇശായിനും അതുപോലെ
അതുപോലെ തന്നെ ഒക്കെ ഓതൽ സുന്നത്തുള്ള സൂറത്ത്, ആ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വൈദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് മുനാഫിക്കുകളോട്, കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ അവരുടെ സ്വഭാവം എന്താണ്? അവർ തലയങ്ങ് തിരിച്ചു കളയും. വറായിതഹും യസുദ്ദൂന, അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ മുനാഫിക്കുകളെ കാണാൻ സാധിക്കും. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. അങ്ങനെ ഒരു മുഹമ്മദ് നബിയുടെ റെക്കമെൻഡ് ഒന്നും വേണ്ട, മധ്യവർത്തി വേണ്ട, ഇടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും, അത്തരം ആളുകൾക്ക് നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല. തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ഈമാനിലേക്ക് തിരിച്ചു വരാതെ, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ മുഅ്മിനീങ്ങൾ ആളാകണം. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടലാണ്. കേട്ടില്ലേ നിങ്ങൾ? അയാൾ ഈ ആയത്തോതിക്കൊണ്ട് സമർത്ഥിക്കുന്നത് എന്താണ്? വളരെ കൃത്യമാണ്. പറഞ്ഞതെന്താ? മുനാഫിക്കുകളോട് ഇങ്ങനെ പറയപ്പെട്ടാൽ, നബിതങ്ങളുടെ അടുക്കലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം, സൂറത്തുൽ മുനാഫിഖൂനിൽ ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഇത് ഏതൊരു കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരെ ഏതൊരു വിശ്വാസിയിലും ഒരു പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് പോയി നബി തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം എന്നുള്ള പൊതുവായ നിയമമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിയുക, ഈ സംഭവം മനസ്സിലാക്കുവാൻ ഒരല്പം നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് മടങ്ങണം. മഹാനായ സ്വഹാബി സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒന്നിച്ച് ഒരു യാത്രയിലായിരുന്നു. ബനുൽ മുസ്തലഖിന്റെ ആ ഒരു യുദ്ധവേളയിലുള്ള ഒരു യാത്രയിൽ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, നബി തങ്ങളുണ്ട്, സഹാബിമാരുണ്ട്, ആ കൂട്ടത്തിൽ മുനാഫിക്കുകളുമുണ്ട്. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും ആ സംഘത്തിലുണ്ട്. അങ്ങനെ ആ ഒരു യാത്രയുടെ ഇടയിൽ ഈ അബ്ദുള്ള എപ്പോഴും എന്താണ് അവന്റെ പണി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ഇങ്ങനെ കുശുകുശുക്കുക, ആളുകൾക്കിടയിൽ മോശപ്പെട്ട സംസാരം നടത്തി പ്രവാചകനെയും വിശ്വാസികളെയും ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു വെറുപ്പുള്ളവരാക്കി തീർക്കുക. ഇതായിരുന്നു അയാളുടെ ഒരു തൊഴിൽ. അങ്ങനെ ഈ സംഘത്തിലും ഈ അബ്ദുള്ള ഉണ്ടായിരുന്നു, മുനാഫിക്കും അവന്റെ അനുയായികൾ. അങ്ങനെ ആ സംഘം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യൻ പറയാണ്, ഈ മുഹമ്മദിന്റെ കൂട്ടത്തിൽ അവൻ്റെ ആൾക്കാരോട് അവൻ പറയാണ്, നമ്മുടെ ഈ കൂട്ടത്തിൽ മുഹമ്മദിന്റെ ആളുകളായ കുറച്ച് പട്ടിണി പാവങ്ങളുണ്ട്, ഒന്നിനും വകയില്ലാത്ത ദരിദ്രന്മാരായ ആളുകളുണ്ട്. അവർക്ക് ആരും നിങ്ങളൊന്നും ഒരു സഹായവും കൊടുക്കരുത്. അങ്ങനെ സഹായം കിട്ടാതാകുമ്പോൾ മുഹമ്മദിന്റെ അടുക്കൽ നിന്ന് ഇവരൊക്കെ ഒഴിഞ്ഞുപോയിക്കൊള്ളും. അങ്ങനെ മുഹമ്മദിന്റെ അനുയായികൾ അവൻ്റെ ചുറ്റുഭാഗത്തുനിന്നും കൊഴിഞ്ഞുപോയിക്കൊള്ളും എന്നിങ്ങനെ അവൻ്റെ അനുയായികളോട് അവനിങ്ങനെ അടക്കം പറഞ്ഞ് ഫിത്നയുണ്ടാക്കാൻ തുടങ്ങി. ആലോചിക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഘത്തിലായി ഇവൻ ഉള്ളതെന്നോർക്കണം. എന്നിട്ടാണ് ഇവൻ ഈ തുരപ്പൻ പണി അവിടെ എടുക്കുന്നത്. മാത്രമല്ല അവൻ മറ്റൊന്നുകൂടി പറഞ്ഞു, മദീനയിൽ നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള അന്തസ്സുള്ളവർ, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നിന്ദ്യരായവരെ മദീനത്ത് നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ആ നികൃഷ്ടനായ മനുഷ്യൻ അന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയായിരുന്നു? ഏറ്റവും അന്തസ്സുള്ളവർ അന്തസ്സില്ലാത്തവരെ പുറത്താക്കും എന്നുള്ളത് കൊണ്ട് അവൻ ഉദ്ദേശിച്ചത്, അവൻ അന്തസ്സുള്ളവൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വിശ്വാസികളുമൊക്കെ അന്തസ്സില്ലാത്ത നിന്ദ്യന്മാർ, അവരെ മദീനത്ത് നിന്ന് നമുക്ക് ആട്ടിപ്പുറത്താക്കണം. ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവനിങ്ങനെ ഉള്ളിലൂടെ നടത്തുകയാണ്. ഈ ശബ്ദം മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതൃവ്യൻ മുഖേന ഈ കാര്യം അറിയുകയാണ്. ഇങ്ങനെയൊക്കെ അബ്ദുള്ള നമ്മുടെ സംഘത്തിൽ കുഴപ്പങ്ങൾ പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു കൊടുത്തു. പ്രവാചകരെ, നമ്മുടെ കൂട്ടത്തിലുള്ള അബ്ദുള്ളയുണ്ടല്ലോ, അവൻ ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ താങ്കളെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച്, നമ്മെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അബ്ദുള്ളയെ വിളിപ്പിച്ചു. പ്രവാചകൻ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അങ്ങ് വിശ്വസിക്കുന്നയാളല്ല. അത് കേട്ടത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ അബ്ദുള്ളയെ വിളിച്ചു. അബ്ദുള്ളയോട് ചോദിച്ചു, അബ്ദുള്ള, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അപ്പോൾ മുനാഫിക്കല്ലേ, അവൻ എന്തും വായ കൊണ്ട് വിളിച്ചു പറയാമല്ലോ. അവൻ നിന്ന നിൽപ്പിൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന കള്ളം അവൻ ആവർത്തിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളറിയുകയില്ലല്ലോ, അബ്ദുള്ള അവന്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് പ്രവാചകൻ അറിയില്ലല്ലോ. അവൻ പറഞ്ഞ വാക്കിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ശരി എന്ന് അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ സത്യപ്പെടുത്തുന്ന വിധത്തിൽ സെയ്ദിനെ എന്തോ സംതിങ് ഒരു ധാരണ സംഭവിച്ചതാണ് എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയുകയുണ്ടായി. അതും മുനാഫിക്കുകൾ മുതലെടുത്തു. കണ്ടോ, ഞങ്ങളുടെ നേതാവ് വളരെ നല്ലവനാണെന്ന് മുഹമ്മദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെയ്ദ് കളവ് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, ആ സമയത്ത് മഹാനായ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനുണ്ടാകുന്ന വേദന എത്രയാണ്. അദ്ദേഹം ഇവിടെ കള്ളനായി മാറി. കള്ളം പറഞ്ഞു പ്രചരിപ്പിച്ച് ഫിത്നയുണ്ടാക്കിയ നേതാവിയുടെ സത്യസന്ധനായി മുദ്രകുത്തപ്പെടുന്നു. ആ ഒരു സമയത്തുള്ള വിശ്വാസിയുടെ മനസ്സിന്റെ നൊമ്പരം, വേദന, അദ്ദേഹം ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ
ഇറങ്ങുകയാണ് സൂറത്തുൽ മുനാഫിഖൂൻ. ഇദാ ജാഅകൽ മുനാഫിഖൂൻ എന്ന് തുടങ്ങി അവൻ അബ്ദുള്ള ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വചനങ്ങൾ സത്യപ്പെടുത്തുന്ന വിധത്തിൽ അള്ളാഹു അതാ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ അവതരിപ്പിക്കുകയാണ്. അതിലുള്ളവരായത്താണ് ഇവിടെ പേരോട് മുസ്ലിയാർ ഓതിയ ആയത്ത്. വഇദാ ഖീല ലഹു, അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ വരൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിങ്ങൾ വരൂ എന്നവരോട് പറഞ്ഞു. അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ള, നീ ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊക്കെ അള്ളാഹു ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ വഷളായിട്ടുണ്ട്. ഇനി നീ എന്ത് നല്ല വിള ചമഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിന്റെയും നിന്റെ ആളുകളുടെയും ഒക്കെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം നന്നാകണമെങ്കിൽ നിങ്ങൾ വേദനിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. അവിടുത്തോട് നിങ്ങൾ മാപ്പിന് അപേക്ഷിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ പറയണം, ഞങ്ങളിൽ അബദ്ധം സംഭവിച്ചു പോയതാണ്, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് പാപമോചനത്തേട്ടം നടത്തണം എന്ന് നിങ്ങൾ പറയണമെന്ന്. അതായിരുന്നു ഈ ആയത്തിന്റെ സന്ദർഭം. വഇദാ ഖീല ലഹും, അവരോട് അബ്ദുള്ള അടക്കമുള്ള നേതാക്കളോട് മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ, തആലൂ, നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. ഇവിടെ പ്രത്യേക കേസാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ദുരാരോപണങ്ങൾ പ്രവാചകനെതിരെ, സ്വഹാബിമാർക്കെതിരെ റളിയല്ലാഹു അൻഹും അവൻ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഇനി പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ നീ നല്ല വെള്ള ചമഞ്ഞിട്ടൊന്നും കാര്യമില്ല, റസൂലുള്ളാഹിന്റെ അരികിൽ നീ വരണം. അങ്ങനെ വരൂ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പൊറുക്കലിനെ ചോദിച്ചോളും എന്ന് പറഞ്ഞപ്പോൾ ലവ്വറൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയുന്നു. വറഅയ്തഹും യസുദ്ദൂന, അവർ ആ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ഒരു രീതിയിൽ അവർ അഹങ്കാരികളായിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് എന്ന് അവരുടെ ഉള്ളുകള്ളി വെളിച്ചത്താക്കുന്ന ആയത്തുകൾ സൂറത്തുൽ മുനാഫിഖൂനിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇവിടെ പേരോട് മുസ്ലിയാർ എടുത്തുകൊണ്ട്, ഇതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. നിങ്ങൾ വരൂ, അള്ളാഹുവിൻ്റെ റസൂലിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടൂ എന്ന് ഇന്നത്തെ ആളുകളോട്, വഹാബികളോട് പറഞ്ഞാൽ അവരും പറയും, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് ഒന്നും വേണ്ട, ഞങ്ങൾ നേരിട്ട് അള്ളാഹിനോട് പറഞ്ഞോളും എന്ന് പറയുന്ന രീതി അത് മുനാഫിക്കുകളുടെ രീതിയാണ് എന്ന് നമ്മുടെ മേൽ, അഥവാ വിശ്വാസികൾ നേരിട്ട് അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് എന്ന് പറയുന്നവരുടെ മേൽ വെച്ച് കെട്ടുകയാണ് ഇവിടെ പേരോട് മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, അയാളുടെ പ്രസംഗങ്ങളിൽ പലയിടങ്ങളിലും അയാൾ പറയുന്ന, ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പക്കൽ നിന്ന് എന്ത് തെറ്റുകൾ സംഭവിച്ചാലും നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ 4 നിബന്ധനകൾ നമ്മൾ പാലിക്കണം എന്നാണ്. ഏതാണത്ര ആ 4 നിബന്ധന? അതും അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താണ് അവിടുത്തെയും വിഷയം? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്കാണ് വിശ്വാസികളൊക്കെ വിധി തേടി വരേണ്ടത്. അവർക്കിടയിൽ വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കാൻ മുഅ്മിനുകൾ സമീപിക്കേണ്ടത് പ്രവാചകനെയാണ്. എന്നാൽ ചില ആളുകൾ എന്തു ചെയ്തു? അവരുടേതായ പ്രശ്നങ്ങൾക്ക് വിധി കൽപ്പിക്കുവാനും തീർപ്പ് കിട്ടുവാനും വേണ്ടി അവരുടെ ഒരു ജൂതനേതാവിൻ്റെ അടുത്തേക്ക്, തഫ്സീറുകളിൽ കാണാം, കഅബ് എന്ന് പറയുന്ന ജൂതനേതാവിൻ്റെ അടുക്കലേക്കാണ് അവർ വിധി തേടിപ്പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് വിധി തേടുന്നതിന് പകരം നേരെ എതിർ ശത്രുവായ കഅബ് ബിൻ അഷ്റഫിന്റെ അടുക്കൽ വിധി തേടിപ്പോയ ആ സംഭവം, അവരുടെ പാപം പൊറുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ വീട്ടിലിരുന്ന് വെറുതെ ഇസ്തിഗ്ഫാർ നടത്തിയത് കൊണ്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന നബിയുടെ മനസ്സവർ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വേദനിപ്പിച്ച ആ വിഭാഗം ആളുകൾ എന്ത് ചെയ്യണം? വലൗ അന്നഹും ളലമു അൻഫുസഹും, അവരുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച ആ ആളുകൾ എന്ത് ചെയ്യണം? ആ പ്രവർത്തിച്ചതിന് ഇനി അവർ ജാവൂക്ക, അവർ നിന്റെ അടുക്കൽ വരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം, നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം അവർ നടത്തണം. നബിതങ്ങളും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം നടത്തണം. ഇവരോട് വിഷമമൊന്നുമില്ല, ഇവരോട് വെറുപ്പൊന്നുമില്ല. അവരോട് പറ്റിയ അബദ്ധത്തെ നബിതങ്ങൾ അംഗീകരിക്കുന്നു. ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി, അവിടുന്ന് അത് മാപ്പാക്കിയിരിക്കുന്നു എന്ന നിലക്ക് അവിടുത്തെ മനസ്സിന്റെ വേദന ഇല്ലാതെയായിരിക്കുന്നു എന്നൊക്കെയുള്ള അടയാളം എന്ന നിലക്ക് അവർക്ക് വേണ്ടി അവരും അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം നടത്തിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമായി അവർക്ക് കണ്ടെത്താവുന്നതാണ്. ഈ സംഭവത്തെയും സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ ഏത് മനുഷ്യരുടെ അടുക്കൽ നിന്ന് തെറ്റുകൾ ചെയ്താലും എന്താണ് പരിഹാരമെന്ന് പേരോട് മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 4 കാര്യം വന്നു. ഒന്നാമത്തെ ജാഊക, തങ്ങളെ സമീപത്ത് വരണം. രണ്ടാമത്തത് അതേ അവിടെ വന്നിട്ട് അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കണം. 2. മൂന്നാമത്തത് നബി തങ്ങളോട് തന്നെ റെക്കമെൻഡിന് ആവശ്യപ്പെടണം. 3. നാലാമത്തത് നബി തങ്ങൾ അവർക്ക് വേണ്ടി പഠിച്ചവരോട് ഖബറിന്ന് റെക്കമെൻഡ് ചെയ്യണം. 4. ഈ 4 കാര്യം അത് ജീവിതകാലത്താണെങ്കിലും ശരി, വഫാത്തിന് ശേഷമാണെങ്കിലും ശരി, തങ്ങൾക്ക് ആ വ്യത്യാസമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ
അപ്പൊ നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും കൂടി അങ്ങനെ 4 കാര്യമുണ്ടായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവരായും റഹ്മത്ത് ചെയ്യുന്നവരുമായി എത്തിക്കാൻ കഴിയും. റഹ്മത്ത് ചെയ്യുന്ന റബ്ബ് ആ റഹ്മത്ത് അവർക്ക് കൊടുക്കാൻ ഒരു നിമിത്തം വെച്ചതാണ് നബിതങ്ങളെ സമീപത്ത് വരിക. ഒരാൾക്ക് ഒരു നിലക്കും പോകാനുള്ള ശാരീരികമോ സാമ്പത്തികമായ കഴിവില്ലെങ്കിലോ അവർക്ക് ഇവിടെ വെച്ചും റസൂലുള്ളാഹിനെ മനസ്സുകൊണ്ട് സമീപിക്കാം. ആ സമീപിക്കലാണല്ലോ മങ്കൂസ് മൗലിദ് ഓതുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും എഴുന്നേറ്റൊന്ന് ചൊല്ലിക്കോ. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, നബിതങ്ങളെ വിളിച്ച് തേടുകയാണ്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നബിയേ, എണ്ണവും കണക്കുമില്ല. ലക അഷ്കൂ, തങ്ങളോട് ഞാൻ വേവലാതിപ്പെടുന്നു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവനാണ്. യാ സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായവരെ, ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കാൻ നേതാവിനോടല്ലേ പറയാ. യാ സയ്യിദി ഖൈറൻ നബി, സർവ്വ നബിമാരിലും ഏറ്റവും ഉത്തമനായ നബിയേ. അങ്ങനെ നബിതങ്ങളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടും നമ്മൾ തേടാറുണ്ടല്ലോ സുഹൃത്തുക്കളെ. കാരണം നബിതങ്ങളെ ശരീരം കൊണ്ട് തന്നെ സമീപിക്കാൻ കഴിയുന്നവർ അവിടെ പോവുക, അല്ലാത്തവർ മനസ്സുകൊണ്ട് സമീപിക്കുക. നോക്കൂ നിങ്ങൾ, എന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്നും നമ്മളുടെ പക്കൽ നിന്ന്, ആരുടെ പക്കൽ നിന്ന് ഒരു തെറ്റ് വന്നു പോയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്ത് മദീനയിലേക്ക് പോകണം. പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വെച്ച് മാനസികമായി നബിയെ വിളിക്കണം. ഇർതകബതു അലൽ ഖതാ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയെ, അങ്ങയോട് ഞാൻ തേടുകയാണ്, അന്യായം പറയുകയാണ്, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ. ഇതിങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പരാതി പറയണം. അപ്പോൾ മദീനത്തേക്ക് പോകുവാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കണം. നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ പേരോട് മുസ്ലിയാർ പറയുന്ന ഒന്നാമത്തെ നിബന്ധന എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കുക. അവർ നബി തങ്ങളുടെ അടുക്കലേക്ക്, ഖബറിൻ്റെ അടുത്തേക്ക്, മദീനത്തേക്ക് പോകണം. പോകാനുള്ള, യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ, ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ നിന്ന് നബി തങ്ങളോട് ഇത് ആവശ്യപ്പെടണം. നബി തങ്ങളോട് വിളിച്ച് ഈ കാര്യം പറയണം. രണ്ടാമതെന്ത് ചെയ്യണം? ആ സാന്നിധ്യത്തിൽ പോയവർ അവിടെ വെച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? നബി തങ്ങളോട് പറയണം, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് പറയണം. നാലാമത്തെ കാര്യം എന്താണ്? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് പറയുകയും ചെയ്യണം. ഈ 4 നിബന്ധനകൾ പൂർത്തിയായാലാണ് ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ എൻ്റെ മാന്യ ശ്രോതാക്കൾ ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ഈ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ, നമ്മുടെ പാപമോചന തേട്ടങ്ങളെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ 4 നിബന്ധനകൾ പൂർത്തിയായാലേ പറ്റുകയുള്ളൂ എങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാരഥന്മാരായ ആളുകളുടെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. അവരൊക്കെ മുനാഫിക്കുകളായിരുന്നുവോ? മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. അവരുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോവുകയായിരുന്നുവോ? നിത്യജീവിതത്തിൽ വിശ്വാസികൾ ഉണർന്നെഴുന്നേറ്റത് മുതൽ ഉറങ്ങും വരെ നിർവഹിക്കേണ്ടുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. എല്ലാം നേർക്കുനേരെ അള്ളാഹുവിനോടാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഒരു റെക്കമെൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ആ പ്രാർത്ഥനകളൊക്കെ മുനാഫിക്കുകളുടെ സമ്പ്രദായമാണോ? അതൊക്കെ മുനാഫിക്കുകളുടെ രീതിയാണോ? മുഅ്മിനീങ്ങളുടെ രീതി അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നാളിതുവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്, ഒരു പാപം ചെയ്താൽ ആ പാപം പൊറുക്കുവാനുള്ള തൗബയ്ക്ക് അള്ളാഹുവും നമ്മളുമായി നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണെങ്കിൽ 3 നിബന്ധനകളാണുള്ളത് എന്നാണ്. ചെയ്തു വരുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകണം. ചെയ്തു പോയ തെറ്റിൽ അഗാധമായി ഖേദിക്കണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ലെന്ന ദൃഢനിശ്ചയം ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. സൃഷ്ടികളും തമ്മിലുള്ള ഇടപാടുകളിലാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളതെങ്കിലോ ആ ജീവിച്ചിരിക്കുന്ന സൃഷ്ടികളോട് നിങ്ങൾ മാപ്പാക്കണം, പൊരുത്തപ്പെടണം എന്ന് ആ മനുഷ്യൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്ന വിധത്തിൽ അയാളോട് ആവശ്യപ്പെടണം. ഇതാണ് 4ാമത്തെ ഒരു ഉപാധിയായി സൃഷ്ടികളും തമ്മിലുള്ള അബദ്ധങ്ങളാണെങ്കിൽ പറയപ്പെട്ടിട്ടുള്ള തൗബയുടെ 4ാമത്തെ ഉപാധി. ഇതല്ലാത്ത ഒരു ഉപാധി, പ്രിയമുള്ളവരെ, നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ബാലപാഠമായി മദ്രസകളിൽ പോലും പഠിക്കുന്നതല്ലേ? തൗബ സ്വീകരിക്കുവാനുള്ള നിബന്ധനകളിൽ നാം തെറ്റുകൾ ചെയ്താൽ ആദ്യം എല്ലാവരും എന്ത് ചെയ്യണം? വിസയും ടിക്കറ്റും എടുത്തുകൊണ്ട് മദീനയിലേക്ക് പോകണം. നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് എത്തണം. എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. എന്നിട്ട് നബിയെ നിങ്ങൾ
എനിക്ക് വേണ്ടി റെക്കമെൻഡ് പറയണേ എന്ന് നബിയോട് ആവശ്യപ്പെടണം. എന്നിട്ട് നബി തങ്ങൾ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. എന്നാലേ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്ന് ആരാണിവിടെ പഠിപ്പിക്കാറുള്ളത്? പേരോട് മുസ്ലിയാരടക്കമുള്ളവരുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഉപാധി ഇക്കാലം വരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എഴുതി ചേർക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ആരുടെയെങ്കിലും നമ്മളൊക്കെ പാപം ചെയ്താൽ ഈ ഒരു നിബന്ധന, പോകാൻ കഴിവുള്ളവരൊക്കെ പോകണം, പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വെച്ച് നബിയെ വിളിച്ചുകൊണ്ട് ഈ 4 നിബന്ധനകൾ പൂർത്തിയാക്കണം എന്നിങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ എത്രത്തോളം ഇസ്ലാം വിരുദ്ധമായ സംസാരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. കാര്യത്തെ നിഷ്പക്ഷമായിരിക്കും വിലയിരുത്തണം. നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകളെല്ലാം ഏതെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. നിത്യജീവിതത്തിൽ 2 തവണയെങ്കിലും, രാവിലെയും രാത്രിയും പകലുമായി ഓരോ തവണയെങ്കിലും പറയേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ അടക്കമുള്ള, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സ്പെഷ്യലായ ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികളെല്ലാം പകർത്തേണ്ടുന്ന പാപമോചനത്തേട്ടം അടക്കമുള്ള പ്രാർത്ഥനകൾ, നമസ്കാരത്തിൻ്റെ അകത്ത് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു തുടങ്ങി നമ്മുടെ പാപമോചനത്തേട്ടങ്ങൾ, എല്ലാ പാപമോചനത്തേട്ടങ്ങളിലും ദിനേന നമ്മൾ പറയേണ്ടുന്ന റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് 100 തവണയെങ്കിലും പറയേണ്ടുന്ന ഇസ്തിഗ്ഫാറിൻ്റെ തേട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ 4 ഉപാധികൾ നമുക്ക് കാണാനാകുന്നുണ്ടോ? നേരെ മറിച്ച് വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിന്തിക്കുക, നിഷ്പക്ഷമായി വിലയിരുത്തുക. അതുകൊണ്ട് പേരോട് മുസ്ലിയാരടക്കമുള്ള ആളുകൾ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണമെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മുനാഫിക്കുകളുടെ രീതി നിങ്ങൾക്ക് മുനാഫിക്കുകളുടെ സ്വഭാവമാണെന്നാണ് നമ്മുടെ മേൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്, മുനാഫിക്കുകളുടെ രീതിയല്ല നമ്മൾ പിന്തുടരുന്നത് എന്ന ഗൗരവത്തോടുകൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും നമ്മുടെ പ്രാർത്ഥനകളും പാപമോചന തേട്ടങ്ങളും എല്ലാം സർവശക്തനായ അള്ളാഹുവിലേക്ക് നേരിട്ട് നിർവഹിക്കുകയും ചെയ്യുന്നവരാവുക. അതാണ് ഇസ്ലാമിൻ്റെ രീതി. അതാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും സാലിഹീങ്ങളുടെയും രീതി. അതല്ലാത്ത അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കുവാൻ വേണ്ടി മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോടും പുണ്യാളന്മാരോടും ആദ്യം അവരെ വിളിച്ചുകൊണ്ട് പറയുകയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് പറയണേ എന്ന് അവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന രീതി, അത് നമ്മുടെ രീതിയല്ല. ഇസ്ലാം നമ്മോട് ആ ഒരു രീതിയെ പഠിപ്പിച്ചിരുന്നിട്ടുമില്ല. മറിച്ച് ജൂത ക്രിസ്ത്യാനികൾ അപ്രകാരമായിരുന്നു. അതുപോലെ തന്നെ അറേബ്യൻ മുശ്രിക്കുകളും അവർക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങൾക്കുള്ള ഇടയാളന്മാരാണ് ഇവരെന്ന് വാദിക്കുന്നവരായിരുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക, അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് അതിനെ തള്ളിക്കളയുക. പ്രാർത്ഥനകളകിലും നമ്മുടെ ഇസ്തിഗ്ഫാറും തൗബയും നേരിട്ട് അള്ളാഹുവിലേക്ക് മാത്രമാക്കി തീർക്കുക. അതാണ് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ മാർഗം. ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.